മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഗുരുതരമായി തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വേട്ടയാടുന്നു. ഇന്നത്തെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ്. ദിനംപ്രതി വിവിധങ്ങളായ രോഗങ്ങളാണ് വർദ്ധിച്ചു വരുന്നത്. ഇതിൽ നമ്മുടെ ഭക്ഷണ രീതിക്കും വലിയ രീതിയിൽ പങ്കുണ്ട്. നമ്മളറിയാതെ നമ്മളെ കാർന്നു തിന്നുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇന്ന് വിപണിയിൽ ധാരാളമുണ്ട്. വില്യം ഹെൻറി പെർകിൻ തുണി ഡൈ ചെയ്യുന്നതിനായാണ് ഈ കൃത്രിമ പൊടികൾ കണ്ടുപിടിച്ചത്. കാലം മുന്നോട്ടു പോയപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ആകർഷകമാക്കാനും ഇവ ഉപയോഗിച്ചു തുടങ്ങി. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കയില്ല. കഴിക്കുന്ന ഭക്ഷണം നല്ല നിറവും രുചിയുമുള്ളതായിരിക്കണം. അതാണ് പൊതുവെ ജനങ്ങളുടെ ആവശ്യം. മലയാളികളുടെ ഇഷ്ട ലഘുഭക്ഷണമായ പഴംപൊരി, ചിപ്സ്, കേക്ക് തുടങ്ങി ഐസ്ക്രീം, സിപ്പപ്പ് വരെയുള്ള ലഘുപാനീയങ്ങളിലും ഈ കൃത്രിമ നിറം ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഭക്ഷ്യവസ്തുക്കളുടെ എണ്ണം പെരുകുമ്പോൾ അവയവങ്ങൾ തകരാറിലാവുകയും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. കൂണുപോലെ മുളച്ചുപൊന്തുന്ന ആശുപത്രികൾ മാത്രം മതിയാകും സ്ഥിതി എത്രമാത്രം ഗുരുതരമെന്ന് മനസ്സിലാക്കാൻ. അനുവദനീയമല്ലാത്ത കളർ ഉപയോഗിക്കുക, അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുക, അതുപോലെ ശുദ്ധമല്ലാത്ത കളർ ഉപയോഗിക്കുക. ഈ 3 സംവിധാനവും വന്നാൽ, ഈ 3 കാരണവും വന്നാൽ അത്തരം ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പലതരത്തിലുള്ള അസുഖം വരാം. അത്തരത്തിൽ ഇമ്പ്യൂറായിട്ടുള്ള കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാൻസറും വരാം. പാക്ക് ചെയ്ത ഇനങ്ങളിലും ലഘുപാനീയങ്ങളിലും ചേർത്തിട്ടുള്ള നിറങ്ങൾ ഏതെന്ന് പാക്കറ്റിലെ ലേബൽ നോക്കിയാൽ അറിയാം. എന്നാൽ പാക്ക് ചെയ്യാത്തവയിൽ ഇത് തിരിച്ചറിയണമെന്നില്ല. പെട്രോളിയം, കൽക്കരി, ടാർ തുടങ്ങിയ വസ്തുക്കളിൽ നിന്നും ശേഖരിച്ച മാരകമായ കെമിക്കലുകളാണ് ഈ പൊടികളിൽ ഉപയോഗിക്കുന്നത്. റെഡാമിൻ ബി, അമരാന്ത്, ഓറഞ്ച് 2, മെറ്റാനിൽ യെല്ലോ, മാലക്കൈറ്റ് ഗ്രീൻ തുടങ്ങിയ കൃത്രിമ നിറങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരോധിച്ചവയാണ്. എങ്കിലും നിറത്തിലെ തീവ്രതയും വിലക്കുറവും മൂലം പലരും ഇത് നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നുണ്ട്. പച്ചക്കറിയായാലും ഫ്രൂട്ട്സ് ആണെങ്കിലും മീറ്റ് എന്താണെങ്കിലും അതിൽ ഫുൾ മായമാണ്. നമുക്കറിയാവുന്ന ഒരു 10 ഫാമിലി എടുത്ത ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന സത്യാവസ്ഥയാണ്. എൻ്റെ മമ്മിക്ക് ക്യാൻസർ ആയിരുന്നു, മാറി. പക്ഷേ അകത്തേക്കെടുത്ത് ബാഗ് എടുത്ത് മാറ്റാൻ പറ്റില്ല. മോശം പോകുന്ന ബാഗ് കൂടിയാണ് പോകുന്നത്. നമ്മുടെ പൊതുജന ആരോഗ്യത്തിന് ഒരു ഭീഷണിയാണ് ഈ പരിശോധനയുടെ കുറവ്. ഏത് കളറാണ് ഉപയോഗിക്കുന്ന കളറിൻ്റെ ശുദ്ധി, പറഞ്ഞിട്ടുള്ള തരം ശുദ്ധമായ സാധനമാണോ, ഫുഡ് ഗ്രേഡ് കളറാണോ ഉപയോഗിക്കുന്നത് എന്ന് ആരും നോക്കുന്നില്ല. ദിവസേന നാം ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നാം അറിയാതെ നമ്മെ ഒരു നിത്യരോഗിയാക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ ആകർഷകമാക്കണമെങ്കിൽ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിക്കാം. ചുവപ്പിന് ബീട്രൂട്ട്, ഓറഞ്ച് നിറത്തിന് ക്യാരറ്റ്, നീല നിറത്തിന് ശംഖുമുഖം. അങ്ങനെ പ്രകൃതിയിൽ തന്നെ ഇതിന് ഒരു പ്രതിവിധിയുമുണ്ട്. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം സ്നേഹ മൊലൈന, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.